മൂലമറ്റത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നുറപ്പിച്ചു പോലീസ്. മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണ് കൊല്ലപ്പെട്ടത്. കൊലയാളി സംഘത്തിൽ 8 പേർ ഉൾപ്പെട്ടതായാണ് വിവരം. മൂലമറ്റം സ്വദേശി ഷാരോൺ ബേബി ഉൾപ്പെടെ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പിടിയിലായവർ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളവരാണെന്ന് പോലീസ് അറിയിച്ചു. കേസിൽ നിർണായകമായത് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമാണ്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്? എത്ര പേരാണ് ഈ കൊലപാതകം നടത്തിയത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനാ തീർച്ചയായിട്ടും ഇത് കൊലപാതകമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നത്. കാരണം ഈ മൃതദേഹം പായിൽ പൊതിഞ്ഞ രീതിയിൽ 2 ദിവസമുള്ള പഴക്കമുള്ള മൃതദേഹമാണ് ഇന്നലെ ഈ തേക്കിൽ നിന്ന സ്ഥലത്ത് കണ്ടെത്തിയത്. ഏതായാലും ഇന്നലെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇത് കൊലപാതകം തന്നെയായിരിക്കാമെന്ന്. അതോടൊപ്പം തന്നെ കോട്ടയം മൂലമറ്റത്ത് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളെ കാണാനുമില്ലെന്ന ഒരു പരാതി ഈ സ്റ്റേഷനിൽ ലഭ്യമായിരുന്നു. അപ്പോൾ പോലീസ് ഏതായാലും കോട്ടയം പോലീസ് വരുന്നവരെ കാത്തിരുന്നു. ഏതായാലും കോട്ടയം പോലീസ് വന്ന ശേഷമാണ് ഇത്തരത്തിൽ ഇത് കാണാതെ പോയ ആൾ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലൊരു സ്ഥിരീകരണം തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഏതായാലും അത് തികച്ചും പോലീസിന്റെ ഭാഗത്തുനിന്ന് തൊടുപുഴ DSP അടങ്ങുന്ന സംഘം ഇന്നലെ വ്യാപകമായി തന്നെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് നിലവിൽ ഇത് കൊലപാതകമെന്ന സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ കാഞ്ഞാർ SIക്ക് നൽകിയ വിവരത്തിലായിരുന്നു ഈ അന്വേഷണം കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൊലപാതകത്തിൽ 8 പേർ ഉണ്ടെന്നാണ് ഒരു സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 6 പേര് ഈ ഷാരോൺ, അതായത് മൂലമറ്റം സ്വദേശി ഷാരോൺ ബേബി ഉൾപ്പെടെ 6 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഏതായാലും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ബാക്കി 2 പേർക്കുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ശ്രദ്ധിച്ച് തെളിവെടുപ്പ് നടത്തും. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടിയിരിക്കുന്നതെല്ലാം തന്നെ പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഇവർ തമ്മിൽ ഈ മരിച്ച സാജന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് അറിയാവുന്നത്. 8 പേരാണ് ഈ കൊലയാളി സംഘത്തിലുള്ളത്. 6 പേർ പിടിയിലായിരിക്കുന്നുണ്ട്. മറ്റ് പേരെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകാനുള്ള സാധ്യത ഒരു ഗുണ്ടാ പകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു വിവരം പോലീസിന് ലഭ്യമായിട്ടില്ല. ഏതായാലും ഗുണ്ടാ പകയാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിൽ 6 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇനി 2 പേർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇവരെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നുണ്ട്. ബാക്കി 2 പേരെയും പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.